ഓക്കെ, സോ ഓഫ്ലൈൻ മാർക്കറ്റിൽ ആളുകൾ ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയ വിവോ ഫോൺ ഏതാണെന്ന് അറിയാം? അതാണ് വിവോയുടെ ഈ വി സീരീസ് ഫോൺസ്. അതിനുള്ള മെയിൻ കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്പർ 1 ആണ് ഓഫ്ലൈൻ അവൈലബിലിറ്റി, സെക്കൻഡ് ആണ് ഡിസൈൻ, തേർഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം, അതാണ് ക്യാമറ പെർഫോമൻസ്. വിവോയുടെ തന്നെ X100 Pro ഫോൺ ഓർമ്മയുണ്ടല്ലോ, കിഡിലൻ ക്യാമറ പെർഫോമൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസ് ആണ് കിട്ടിയത്. അതിന്റെ ഒരു പ്രധാന കാരണം വിവോയും സൈസുമായുള്ള ഒരു കൊളാബറേഷൻ ആയിരുന്നു. അതേ കൊളാബറേഷൻ വിവോ ഇപ്പം അവരുടെ വി സീരീസിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും കാണാനുണ്ട്. കാരണം വളരെ നല്ല ഫോട്ടോസ് ആണ് ഈ V30 Pro ഷൂട്ട് ചെയ്യുന്നത്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യം അൺബോക്സിംഗ് കാണാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സിൽ ഡോക്യുമെന്റ്സ്, TPU കേസ്, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ആൻഡ് ഇതാണ് നമ്മുടെ വിവോ V30 Pro. കഴിഞ്ഞ വർഷം വന്ന വിവോ V27 Pro ആണെങ്കിലും V29 Pro ആണെങ്കിലും രണ്ട് ഫോൺസും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഡിസൈനിലാണ് വന്നത്. എന്നാൽ ഇത്തവണ വിവോ ഡിസൈൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ക്യാമറ മോഡലെങ്കിലും ഡിഫറെന്റ് ആണ്. ഇവിടെ വലിയൊരു ക്യാമറ മോഡലാണ് വരുന്നത്. അതിന്റെ ഉള്ളിൽ 2 സ്ക്വയർസ് ഉണ്ട്. മേളിലുള്ള സ്ക്വയറിലാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത്. അതിന്റെ താഴെയുള്ള സ്ക്വയറിലാണ് നമ്മുടെ ഫ്ലാഷും പിന്നെ വിവോയുടെ ഓറ ലൈറ്റ് വരുന്നത്. ഈ ഫോൺ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒന്നാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഗ്ലോസി ബ്ലൂ കളർ ഓപ്ഷൻ. ഈ ബ്ലൂ കളർ ഓപ്ഷന്റെ ബാക്കിൽ ഒരു ബീച്ച്, നമ്മുടെ ഈ കടലുണ്ടല്ലോ, ബീച്ചും പിന്നെ കടലിന്റെ തിരമാലകളും വേവ്സും, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഇതിന്റെ ബാക്കിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ ഓപ്ഷൻ കൂടിയുണ്ട്. ബാക്കി തിക്നെസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് കഴിഞ്ഞ വർഷം വന്ന വി സീരീസ് ഫോൺസിൽ കിട്ടുന്ന എക്സാക്ട്ലി അതേ ഇൻഹാൻഡ് ഫീൽ ആണ് ഇവിടെയും കിട്ടുന്നത്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാൽ ബാറ്ററി കപ്പാസിറ്റി വിവോ കൂട്ടി 5000 mAh ആക്കിയിട്ടുണ്ട്. വിവോ പറയുന്നതനുസരിച്ച് 5000 mAh ബാറ്ററിയുമായി വരുന്ന ഏറ്റവും സ്ലിം ഫോൺ ആണ് ഈ വിവോ V30 Pro. എനിവേ ബാറ്ററി ബാക്കപ്പ് ഒക്കെ നൈസ് ആണ്. ഓക്കെ, 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. പിന്നെ ഇത്തവണ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയതുകൊണ്ട് വിവോ V29 Pro വെച്ച് നോക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ബോക്സിൽ തന്നെ 80 വാട്ടിന്റെ ചാർജർ അവർ തന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്യാം. നെക്സ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സെഗ്മെന്റ്, അതാണ് ക്യാമറ. ഓക്കെ, വിവോയുടെ ഫോൺസിന്റെ ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈൽ ഉണ്ടല്ലോ, അത് വളരെ ഒരു യുണീക്ക് ഫോട്ടോഗ്രാഫി സ്റ്റൈലാണ്. അവരൊരിക്കലും ഈ നാച്ചുറൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് അതൊന്നും വിവോയിൽ കിട്ടൂല. ഓക്കെ, അതായത് നിങ്ങളൊരു ഫോട്ടോഗ്രാഫി നേർഡൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഫോട്ടോ കൊള്ളാം, പക്ഷേ എന്തോ ഒരു എഡിറ്റഡ് ലുക്ക് ഉണ്ട്. എന്നാൽ ഒരു സാധാരണ ഒരാൾ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൊള്ളാലോ, നല്ല കളേഴ്സും നല്ല ഇങ്ങനെ കത്തലുള്ള ഫോട്ടോസ് അങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു സാധാരണക്കാരനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂണിംഗ് ആണ്. ഈ വിവോ ഫോണിൽ മാത്രമല്ല, മിക്ക എല്ലാ വിവോ ഫോൺസിലും അങ്ങനത്തെ ഒരു ട്യൂണിംഗ് ആണ് കിട്ടുന്നത്. വിവോ V29 Proനെ അപേക്ഷിച്ച് ഇത്തവണ ഫോണിന്റെ ബാക്കിൽ 3 50 മെഗാപിക്സൽ ക്യാമറയാണ് തന്നിരിക്കുന്നത്. അതായത് മെയിൻ ക്യാമറ, പിന്നെ 2x ടെലിഫോട്ടോ, പിന്നെ അൾട്രാ വൈഡ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വീണ്ടും ആ ഒരു 50 മെഗാപിക്സൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്, സെൽഫി ക്യാമറ. സോ അങ്ങനെ നോക്കുമ്പോൾ 50 മെഗാപിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ടോട്ടൽ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ശരിക്കും ഇഷ്ടപ്പെട്ടു. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഈവൻ ഇൻഡോർ, അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിൽ ഇൻഡോറിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് കണ്ടോ, അടിപൊളി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. നല്ല സ്കിൻ ടോൺ ഉണ്ട്, അത് കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വളരെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് കളേഴ്സ് ഒക്കെ. ഈ ഫോണിന്റെ പ്രോസസ്സിംഗിൽ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഡീസന്റ് ഫോട്ടോ ആണ്. എന്നാൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ആ ഫോട്ടോ പ്രോസസ്സായി വരൂലേ, ഈ വിവോ X100 Proയുടെ ആത്മാവിനെ ആവാഹിച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറ്റുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ അൾട്രാവൈഡ് ഫോട്ടോസ് ആണെങ്കിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, ഈവൻ ഡൈനാമിക് റേഞ്ചും നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അൾട്രാവൈഡ് ഫോട്ടോസിൽ. ആ ഒരു 50 മെഗാപിക്സലിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇതിന്റെ അൾട്രാവൈഡ് ഫോട്ടോസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ചില പോർട്രേറ്റ് ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല ഔട്ടാണ് കിട്ടുന്നത്. എച്ച് ഡിറ്റക്ഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും നൈസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സൈസുമായുള്ള ഒരു കൊളാബറേഷൻ ആയതുകൊണ്ട് സൈസിന്റെ DSLR ലെൻസ് ഉണ്ടല്ലോ, പല ലെൻസ് ഉണ്ട്. ആ ലെൻസിന്റെ ഒരു ഫീൽ ക്യാപ്ചർ ചെയ്യുന്ന ചില ഫിൽറ്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി ബയോട്ടാർ, സോണാർ, സിനി ഫ്ലെയർ. പിന്നെ 3 കളർ മോഡ്സ് തന്നിട്ടുണ്ട്, വിവിഡ്, ടെക്സ്റ്റേർഡ് ആൻഡ് നാച്ചുറൽ. എനിക്ക് പേഴ്സണലായിട്ട് വിവിഡ് ആണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ നിങ്ങൾ 3 ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ വെച്ച് നമുക്ക് ഇതുപോലുള്ള 4K വീഡിയോസ് എടുക്കാൻ പറ്റും. ആക്ച്വലി 4K 60 വീഡിയോസ് എടുക്കാൻ പറ്റും. ഞാൻ ചില വീഡിയോ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാം. ബാക്ക് ക്യാമറ വീഡിയോ എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതേ സമയത്ത് സെൽഫി വീഡിയോ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അതായത് സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ഷാർപ്പ് വീഡിയോസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതുപോലുള്ള നോർമൽ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും 1080p റെസൊല്യൂഷനിൽ. അതുകൂടാതെ സൈസിന്റെ കൊളാബറേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് സൈസിന്റെ സിനിമാറ്റിക് ബൊക്കെ മോഡ്
ഉണ്ട്. ബേസിക്കലി 2:39:1 ആസ്പെക്ട് റേഷ്യോയിൽ ഉള്ള വീഡിയോസ് ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഇതിന്റെ ബാക്കിലുള്ള ഈ ഓറ ലൈറ്റ്. ഓക്കെ, ഇത് വെറുതെ തന്നിരിക്കുന്നതല്ല, ആക്ച്വലി ഇതിന് പ്രാക്ടിക്കൽ യൂസ് ഉണ്ട്. പ്രത്യേകിച്ചും വളരെ ഇരുട്ടുള്ള ഒരു സാഹചര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ ഭയങ്കര ലൈറ്റ് ഉണ്ട്, പക്ഷേ നമ്മുടെ ഫേസിൽ ലൈറ്റ് വീഴുന്നില്ല എങ്കിൽ ഈ ഒരു ഓറ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ലൈറ്റിന്റെ കളർ ഉണ്ടല്ലോ, കളർ ടെമ്പറേച്ചർ, അത് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് വാം ടോൺ ആൻഡ് കൂൾ ടോൺ ആക്കാൻ പറ്റും. ഈവൻ വേണമെങ്കിൽ ഓട്ടോ മോഡിൽ ഇടാൻ പറ്റും. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ നല്ല കട്ട ബ്ലൂ ലൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ, ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ വാം ലൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് കളർ ടോൺ യൂസ് ചെയ്തിട്ട് ഒരു പരിധി വരെ നാച്ചുറൽ കളേഴ്സ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. വിവോ ഈ ഫോണിന്റെ ഡിസ്പ്ലേനെ അൾട്രാ ക്ലിയർ സൺലൈറ്റ് ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ പീക്ക് ബ്രൈറ്റ്നസ് കൂട്ടി 2400 നിറ്റ്സ് ആക്കിയിട്ടുണ്ട്. നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്രൈറ്റ്നസ് ആണ് HBM, അത് ഇവിടെ 1200 നിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ബ്രൈറ്റ്നസ് ഒക്കെ ഓക്കെ ആണ്, അങ്ങനെ ഭയങ്കരമായ ബ്രൈറ്റ്നസ് ആണെന്ന് പറയാൻ പറ്റൂല, പക്ഷേ ബ്രൈറ്റ്നസ് ഇസ് ഇനഫ്. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഡിസ്പ്ലേ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ഇഷ്യൂ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം വന്ന എക്സാക്ട്ലി സെയിം 6.78 ഇഞ്ച് സൈസ് ഉള്ള AMOLED ഡിസ്പ്ലേ ആണ് ഇത്തവണ തന്നിരിക്കുന്നത്. ഓക്കെ, അതേ സെയിം കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ഫുൾ HD പ്ലസ് എന്ന് കൂട്ടി 1.5K ആക്കിയിട്ടുണ്ട്. പിന്നെ 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റിന്റെ സ്മൂത്ത്നെസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ ആക്ച്വലി 2 ഓപ്ഷൻ ഉണ്ട്, സ്മാർട്ട് സ്വിച്ച്, ഹൈ. ഞാൻ 2 ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സജഷൻ ആയിരിക്കും നിങ്ങൾ ഹൈ സെലക്ട് ചെയ്യുക, അവിടെ കുറച്ചും കൂടി സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട് ഈ 120 ഹെർട്സിന്റെ. നല്ല ഡിസ്പ്ലേ ആണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേസിൽ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നാൽ ഒരു ഫീച്ചർ മിസ്സായിട്ടുണ്ട്, അതായത് സിംഗിൾ മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസിൽ എല്ലാ ഫോൺസിലും നമുക്ക് ആ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് ആളുകൾ സ്പീക്കർ നോക്കുന്നില്ലായിരിക്കും, ഐ ഡോണ്ട് നോ. കാരണം വിവോയുടെ മിക്ക എല്ലാ V സീരീസ് ഫോൺസ് നല്ലോണം വിറ്റ് പോകുന്ന ഫോൺസ് ആണ്. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. MediaTekന്റെ Dimensity 8200 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഇത് 3ാം തവണയാണ് ആക്ച്വലി വിവോയുടെ V സീരീസിൽ ഈ ഒരു ചിപ്സെറ്റ് വരുന്നത്. ഓക്കെ, വിവോ ഇത്തവണ എങ്കിലും ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിരുന്നു. ചിപ്സെറ്റ് മോശമാണ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിപ്സെറ്റ് നല്ലതാണ്, ഏകദേശം 10 ലക്ഷത്തിന്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. പിന്നെ വിവോ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ അത് നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് വിവോ V30 ഇത്തവണ വന്നിരിക്കുന്ന V30 വിവോ അവരുടെ ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിവേ BGMI 60 FPS ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഈ ഫോണിൽ ഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത് വിത്ത് ലേറ്റസ്റ്റ് FunTouchOS 14. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വിവോ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ വന്നിരിക്കുന്ന വിവോ V സീരീസിൽ നമ്മുടെ ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മുടെ ക്ലോക്ക് ഐക്കൺ പുതിയതാണ്, അതിൽ ഡൈനാമിക് സംഭവമൊക്കെ ഉണ്ട്, അതായത് മൂവ്മെന്റ് ഉള്ള ക്ലോക്ക് ഐക്കൺ ആണ് വരുന്നത്. റീസെന്റ് ആപ്ലിക്കേഷന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം വന്നിട്ടുണ്ട്. പുതിയൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഉണ്ട്. ഗാലറിയിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതിന്റെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. കൺട്രോൾ സെന്ററിന്റെ ഒരു ലുക്കിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോക്ക് സ്ക്രീൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് സൈഡ് ബാറിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് സൈഡ് ബാർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റും. യൂട്യൂബ് പ്രീമിയം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി വിവോ ഫോൺസിന്റെ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ പെർഫോമൻസ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെയും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ആവുന്നത്. ഡ്യുവൽ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ SD കാർഡ് ഒന്നും ഇടാൻ പറ്റൂല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഹാപ്റ്റിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതും ഒരു കുറവായിട്ട് തോന്നി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ആയതുകൊണ്ടാണ് പറയുന്നത്. ഹാപ്റ്റിക്സ് കൊടുക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ NFC ഫീച്ചർ ഒന്നും വരുന്നില്ല. സോ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ആക്ച്വലി വിവോ അവരുടെ V സീരീസ് ഫോൺസിൽ ഇട്ട് തുടങ്ങണം. ബാക്കി 5G നെറ്റ്വർക്ക് പെർഫോമൻസ് ആണെങ്കിലും സ്പീഡ് ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഈ വിവോ V30 പ്രോയുടെ എക്സാക്ട് പ്രൈസ് വിവോ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. മിക്കവാറും ഇപ്പം റിവീൽ ആയിട്ടുണ്ടാവും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഒരു ഏകദേശം ഊഹം പറയുകയാണെങ്കിൽ അറിയാലോ, ആ ഒരു 35,000-40,000 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ വിവോയുടെ ഫോൺസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയാലോ, ഒരുപാട് പേര് വിവോയുടെ V സീരീസ് ഫോൺസ് വാങ്ങാറുണ്ട്. അതുകൂടാതെ നിങ്ങൾ നല്ല ക്യാമറ പെർഫോമൻസ്, പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ വിവോ V30 Pro. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്. സൈനിങ് ഓഫ്. ഗുഡ് ബൈ.